അപ്പോൾ എന്തൊക്കെയുണ്ട് മച്ചന്മാരെ വിശേഷങ്ങൾ? എല്ലാവരും സുഖമല്ലേ? അപ്പോൾ ഈ വീഡിയോൻ്റെ ഇൻട്രോയും എക്സ്ട്രോയും ഞാനിപ്പോൾ ഒരുമിച്ച് അങ്ങോട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. സംഭവം നമ്മൾ കഴിഞ്ഞ വീഡിയോ ഇവിടെ ചെന്നൈയിലായിരുന്നല്ലോ. ചെന്നൈയിലെ സൺറൈസ് പിള്ളേരുടെ കൂടെ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ടീം ലഞ്ചും പരിപാടീസൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ പിന്നെ വ്ളോഗ് എടുത്തില്ല. കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഇങ്ങോട്ട് പോന്നു. അപ്പോൾ നമ്മൾ പോരുന്ന സമയത്ത് അശ്വതി ഒരു വ്ളോഗ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കാണുക. അപ്പോൾ അങ്ങനെ ചെന്നൈയിൽ നിന്ന് എത്തി 3 ദിവസമായി. അപ്പോഴാണ് നമ്മുടെ ചിനക്കത്തൂർ കാവിലെ പൂരം. ഇന്നലെ ആയിരുന്നു. അപ്പോൾ പൂരം കാണാൻ പോയി. ചിനക്കത്തൂർ കാവ് പൂരം നമ്മൾ പണ്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ പകൽപൂരമല്ല കാണാൻ പോയത്, നമ്മുടെ രാത്രി ആഘോഷങ്ങൾ വെടിക്കെട്ടൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് പോയി. കാരണം നമുക്ക് വെടിക്കെട്ട് ഈ കൊല്ലം കിട്ടിയിട്ടില്ല. നമ്മുടെ നാട്ടിലെ പൂരത്തിന് വെടിക്കെട്ട് ഉണ്ടായിരുന്നില്ല. ഉത്രാളിക്കാവ് പൂരം നമുക്ക് പോകാൻ പറ്റിയില്ല, മിസ്സായി. ഇപ്പോൾ തൃശ്ശൂർ പൂരോ അല്ലെങ്കിൽ നെന്മാറയൊക്കെ പോകാൻ പറ്റുമെന്നൊന്നും ഉറപ്പില്ല. അപ്പോൾ ചിനക്കത്തൂർ പൂരം ഒന്ന് കാണാൻ വെടിക്കെട്ട് എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയാമെന്ന് വിചാരിച്ച് പോയി. അപ്പോൾ ആ കാഴ്ചകളിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. സോ നമുക്കെല്ലാവർക്കും വെടിക്കെട്ട് എങ്ങനെ ഉണ്ടെന്ന് കാണാം. നമസ്കാരം കേട്ടാ. ഇവിടെ പൊരിടാവ് ലാലേട്ടനെ ചന്ദ്രോത്സവം സിനിമയിൽ പറഞ്ഞ പോലെ പാലക്കാട് നിന്ന് മങ്കര പത്തിരിപ്പാലം ഒറ്റപ്പാലം വഴി ചിനക്കത്തൂർക്കാവ് വന്നപ്പോൾ അവിടെ പൂരം പിന്നെ വെടിക്കെട്ടും. അല്ലിസ്റ്റാ പാലക്കാട് നിന്ന് ഒറ്റപ്പാലം വരുന്നതിന് മുന്നിലേ ചിനക്കത്തൂർക്കാവ്. നമ്മുടെ ലാലേട്ടൻ പറഞ്ഞല്ലേ നമുക്ക് കാര്യമാക്കാം. നമ്മുടെ പൂരം കണ്ടിട്ട് ഗഡിയോള് പറഞ്ഞൊരു കാര്യമാണ്, വെട്ടിക്കെട്ട് ഉണ്ടായില്ല, അതങ്ങോട്ട് മോശമായിന്ന്. അപ്പം നമ്മൾ വിചാരിച്ചു വെട്ടിക്കെട്ട് കണ്ടിട്ട് നമ്മൾ പോകണല്ലോ. നമ്മുടെ കുട്ടാപ്പി, അതായത് നമ്മുടെ കാറ്, ഓനെ കൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷേ അവനിവിടെ എവിടെയും പാർക്ക് ചെയ്യാൻ പറ്റില്ല, അമ്മാതിരി തിരക്കണേ. ഈസ്റ്റ് ഒറ്റപ്പാലത്ത് അവനെ പാർക്ക് ചെയ്തിട്ട് ഒരു ഓട്ടോ ചേട്ടൻ്റെ വണ്ടിയിൽ നമ്മൾ ഇങ്ങോട്ട് പോന്നു. ഇത് കളറായി ഉണ്ടല്ലോ. പകൽപുരം കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ആനഗഡിയുള്ള ഓരോരുത്തരായിട്ട് ലോറിയിലേക്ക് പോവാണ്. നമ്മൾ ഓൾറെഡി കൊല്ലം കുറേ പകൽപുരം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പകൽപുരം ഇല്ല കേട്ടോ, നമുക്ക് രാത്രിപുരമാണ് കാണുന്നത്. അതും വെട്ടിക്കെട്ടാണ് നമ്മുടെ മെയിൻ. പ്ലോട്ടൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വന്ന് പൂരപ്പറമ്പിൽ ആദ്യം കണ്ടത് കുതിരകളെയാണ്. പിന്നെ നല്ല കളർഫുൾ ആയിട്ടുള്ളൊരു മാളികയും. കുതിരകളിലുള്ള ചുരുക്കം ചില പൂരങ്ങളിലൊന്നാണ് ചിനക്കത്തൂർക്കാവ് പൂരം. വേറൊന്നുള്ളത് ആര്യങ്കാവ് പൂരമാണ്. പക്ഷെ ആര്യങ്കാവ് പൂരത്തിൽ ആന ഉണ്ടാവില്ല. പക്ഷെ ഇവിടുത്തെ പൂരത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആനയും കുതിരയും കാളയും പിന്നെ വെടിക്കെട്ടും അങ്ങനെ കംപ്ലീറ്റ് പാക്കേജാണ് ചിനക്കത്തൂർ പൂരം. പൂരം കാണാൻ വന്നു കഴിഞ്ഞാൽ ഇത്തിരി കടല വാങ്ങണം. കടല ഇങ്ങോട്ട് കുറച്ചിട്ട് പൂരം കാണുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അതൊരു വേറെ ലെവലാണ്. അതിൻ്റെ കൂടെ ഈ ബലൂണുകളും കുട്ടികളുടെ കളിയും ഒക്കെ കാണാൻ എന്ത് രസമാണ്. ഈ കാവിൻ്റെ ഒരു 3 കിലോമീറ്റർ ചുറ്റളവിലാണ് നമ്മുടെ മസിലള്ളിയൻ ഉണ്ണിമുകുന്ദൻ്റെ വീട്. അതാണ് ആളുടെ കുറേ ഫ്ലക്സ് ഒക്കെ ഇവിടെ ഉള്ളത്. ഇപ്പം ആള് വന്നിട്ടുണ്ടോന്ന് അറിയില്ല കേട്ടോ പൂരം കാണാൻ. വെടിക്കെട്ടൊക്കെ ആവാൻ ഇനിയുണ്ട് സമയം. അപ്പം നമുക്ക് ഇവിടെ നിർത്തിയിട്ടിരിക്കുന്ന പ്ലോട്ടുകളൊക്കെ ഒന്നുകൂടി കണ്ടാലോ. അത് അടിപൊളിയായില്ലേ. പിന്നെ ഞാൻ ഈ തൃശ്ശൂർ സ്ലാങ് പറയുന്നത് നിങ്ങളിൽ ചിലർക്കെങ്കിലും ചെറിയൊരു ദേഷ്യം തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. എനിക്ക് ഈ തൃശ്ശൂർ സ്ലാങ് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് പറയുകയാണെന്നുള്ളൂ കേട്ടോ. അപ്പം ഞാൻ എൻ്റെ നോർമൽ സംസാര രീതിയിലേക്ക് വരാം. അങ്ങനെ വെടിക്കെട്ടിനുള്ള കാത്തിരിപ്പാണ്. എല്ലാ ആൾക്കാരും കൂടി നിൽക്കുന്നുണ്ട്. സമയം 9:30 ആയിട്ടുണ്ട്. ഇനിയൊരു 5 മിനിറ്റുള്ളിൽ വെടിക്കെട്ട് തുടങ്ങുന്നതായിരിക്കും.
പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ട പോസ്റ്റ് 9:30 കഴിഞ്ഞ് 10 കഴിഞ്ഞ് 10:10 എന്നിട്ടും തുടങ്ങണില്ല. എനിക്കാണെങ്കിൽ ചെറുതായിട്ട് ഉറക്കവും വരുന്നുണ്ട്. അമ്മ വീട്ടിൽ പോകാമെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ബാക്കി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ടേ വെടിക്കെട്ട് തുടങ്ങില്ല എന്ന് നോക്കാം. 10:30 വരെ നോക്കാം നമുക്ക്. വലിയ വലിയ മോട്ടറൈസ്ഡ് ഇണക്കാളകളൊക്കെ കാണുന്നതിൻ്റെ ഇടയിൽ ഒരു ചെറിയ കുട്ടിക്കാളെ കാണാൻ എന്തൊരു ക്യൂട്ടല്ലേ. അപ്പോൾ അടുത്ത 5 നിമിഷത്തിനുള്ളിൽ വെടിക്കെട്ട് സ്റ്റാർട്ട് ചെയ്യുമെന്നൊരു അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്. അയ്യേ, ഇത്രയും ദൂരെ നിന്നുള്ള വെടിക്കെട്ട് കാണാനാണോ ഞങ്ങൾ ഇത്രയും നേരം ഈ വീഡിയോ കണ്ടത്? അതുപോലെ ഈ ചായയും ബജ്ജിയൊന്നും കാണാനല്ല ഞങ്ങൾ ഈ വീഡിയോ കണ്ടത് എന്ന് നിങ്ങൾക്ക് തോന്നാം. അപ്പോൾ നമുക്ക് കുറച്ച് അടുത്തുനിന്നുള്ള വ്യൂവും കാണാം കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ട് വഴി എനിക്ക് ആ വിഷ്വൽസും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു വെടിക്കെട്ട്? സത്യസന്ധമായി പറയുകയാണെങ്കിൽ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് തോന്നിയില്ല. കാരണം നമ്മുടെ മറ്റേ ആകാശത്ത് പോയിട്ട് ഇങ്ങനെ വിരിയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, എന്തായാലും പറയാനറിയില്ല, അതൊന്നും ഉണ്ടായിരുന്നില്ല. കളറ് സംഭവങ്ങൾ അതൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് പൊരിക്കും. കാരണം 9:30 തുടങ്ങുമെന്ന് പറഞ്ഞിട്ട് 10:30 തുടങ്ങിയപ്പോൾ അതിനിടയിൽ ഞാൻ ഒന്ന് വീണ്. നമ്മുടെ ആ മറ്റേ സ്റ്റിക്ക് ഉണ്ടായിരുന്നല്ലോ, 3 കൊല്ലങ്ങളായിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സ്റ്റിക്ക്, അത് പൊട്ടി. ഇപ്പോൾ ഞാനൊരു കല്ലിൻ്റെ പുറത്ത് വെച്ചിട്ടാണ് ഈ വീഡിയോ എൻട്രോ ഔട്ട്രോ എടുക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് പുതിയ സ്റ്റിക്ക് വാങ്ങണം. ഞാൻ വ്ളോഗ് ചെയ്യാൻ തുടങ്ങിയ കാലം മുതലുള്ള സ്റ്റിക്കാണ്, അത് പോയി. അങ്ങനെ ഇന്നത്തെ അതൊരു വെടിക്കെട്ടിന് അത്ര തൃപ്തി തോന്നിയില്ല ഉള്ള കാര്യം പറയുകയാണെങ്കിൽ. പക്ഷേ കൂട്ടപ്പൊരിച്ചിൽ എന്തായാലും അടിപൊളിയായി. ഇതിനെ പെർമിഷൻ കിട്ടണമെങ്കിൽ അവർ എത്ര കഷ്ടപ്പെട്ടുണ്ടാവും എനിക്കറിയാം, അതിനെത്ര പൈസ പൊട്ടിച്ചിട്ടുണ്ടാവും എന്നറിയാം. പക്ഷെ നമുക്കിങ്ങനെ അങ്ങനെ ഒപ്പീനിയൻ പറയല്ലേ വേണ്ടുള്ളൂ, അങ്ങനെയൊക്കെ പറയാമല്ലേ, എത്രല്ല എന്താ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോ. അപ്പോൾ പൂര കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങൾ അറിയിക്കുക, ലൈക്ക്, കമൻറ്റ്, ഷെയറിലൂടെ. പിന്നെ നമ്മളൊരു പുതിയ യാത്ര തുടങ്ങുകയാണ്, ഫാമിലി ട്രിപ്പ്. ഓക്കെ, ഡെസ്റ്റിനേഷൻ ഏതാണെന്ന് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. അപ്പോൾ അടുത്തത് വരാൻ പോകുന്നത് ആ വീഡിയോ ആയിരിക്കും. നമ്മളൊരു യാത്ര നടത്താൻ പോവുകയാണ്. കുറേ കാലമായി നമ്മൾ പ്ലാൻ ചെയ്യുന്നു. ഈവൻ ഫ്രം ഡിസംബർ ഓൺവേർഡ്സ് വി ആർ പ്ലാനിങ് ദിസ്. ഫൈനലി വി ആർ എക്സിക്യൂട്ടിങ് ദിസ്. സോ ആ ഒരു കാഴ്ചകളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. അതുവരേക്കും നിങ്ങളിൽ നിന്നും വിട പറയുന്നു അർജുൻ. ബൈ ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.